ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തിയറിയാണ്. Cash is a critical asset. It plays an important role in the economic life of a business. It is the lifeline of an organization. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ക്യാഷ് ആണ്. The purpose of cash flow statement is to provide information about the inflows and outflows of cash during the year at one place. ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന ക്യാഷും അതുപോലെ തന്നെ അതിൽ നിന്ന് പോകുന്ന ക്യാഷും തമ്മിലുള്ള അതിൻ്റെ ഒരു ഫ്ലോനെയാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. A cash flow statement simply refers to a statement of cash flows. It shows the flows of incoming cash and outgoing cash. ഇതിൽ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. The main objective of cash flow statement is to provide information about a firm cash flow and outflow during a period. ഒരു പ്രത്യേക കാലയളവിൽ ഒരു ഫേമിലേക്ക് വരുന്ന ക്യാഷും അതുപോലെ തന്നെ അതായത് ഇൻഫ്ലോയും അതുപോലെ ഔട്ട്ഫ്ലോയും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ടു എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ടു ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ക്യാഷ് ബാലൻസസ് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്, to assess, monitor and control the liquid resources available in the enterprise, to prevent holding or excessive or inadequate cash resources, to help in capital budgeting decision, to maintain optimum level of cash resources. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ. 3 ടൈപ്പാണ് ക്യാഷ് ഫ്ലോനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റി. Cash flow from operating activities. Operating activities are main revenue generating activities of the enterprise. Revenue generating activity involve producing or acquiring goods and services and selling them. If an activity appear in the income statement, it classified as the operating activity. ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്, അതുപോലെ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ട്. ഇൻഫ്ലോസിൽ വരുന്നത് ക്യാഷ് സെയിൽ, cash received from debtors for sale of good and rendering services, cash received from royalty, fees, commission, അതായത് ക്യാഷ് അവർ സ്വീകരിക്കുന്നത്, റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ് ഒക്കെ കിട്ടാനുള്ള ക്യാഷാണ് ഇതൊക്കെ. ഇനി ഔട്ട്ഫ്ലോ വരുന്ന ഏതൊക്കെയാണ്? ക്യാഷ് പർച്ചേസസ്, ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലൈസ് ഓർ ക്രെഡിറ്റേഴ്സ് ഓഫ് ഗുഡ് ഓർ സർവീസസ്, പേയ്മെൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലൈക്ക് വേജസ്, സാലറി, റെൻറ്റ്, ഇൻഷുറൻസ്, ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്. അതൊക്കെയാണ് ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഔട്ട്ഫ്ലോസ് വരുന്നത്. നെക്സ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അതിൽ ഇൻഫ്ലോ വരുന്നത് റെസീപ്റ്റ് ഫ്രം സെയിൽ ഓർ നോൺ കറൻറ്റ് അസറ്റ് ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്യാഷ് റെസീപ്റ്റ് ഫ്രം സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് സച്ച് ആസ് ഷെയർ, ഡിബഞ്ചേഴ്സ് എക്സെട്ര, റെസീപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിക്കവറി ഓഫ് ലോൺ മെയ്ഡ്. ആൻഡ് ഇൻ ഔട്ട്ഫ്ലോസ് വരുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് നോൺ കറൻറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്യാഷ് പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ് ഒക്കെ, പിന്നെ ലോൺ ഗിവൺ ടു ബോറോവേഴ്സ്. ഇതാണ് ഔട്ട്ഫ്ലോസ് വരുന്നത്. ഇനി ലാസ്റ്റ് വൺ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ അതിൽ ഇൻഫ്ലോ വരുന്നത് ക്യാഷ് പ്രൊസീഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഷോർട്ട് ടേം ലോങ് ടേം ലോൺ ഓർ ബോറോയിങ്സ്. ഇതാണ് ഇൻഫ്ലോസ്. ആൻഡ് ഔട്ട്ഫ്ലോസ് ആണെങ്കിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ബോൺസ് എക്സെട്ര, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഓർ ലോൺ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും പ്രിപ്പയർ ചെയ്യാം. അതിൽ ഇത് ടെക്സ്റ്റിലത്തെ പിക്ചറാണ്, ടെക്സ്റ്റ് ഉള്ളവർ അത് നോക്കുക. ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്താ ചെയ്യേണ്ടത്? അതിൽ വരുന്നത് ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ്, ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റേഴ്സ്, കമ്മീഷൻ, ഫീസ്, റോയൽറ്റി റിസീവ്ഡ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് എഴുതുക. ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സിൽ വരുന്നത് പർച്ചേസ് വരും, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ, ഇൻകം ടാക്സ് പെയ്ഡ്, ക്യാഷ് ഫ്ലോ ഫ്രം എക്സ്ട്രോർഡിനറി ഐറ്റം അതായത് റിസീപ്റ്റ്, പേയ്മെൻറ്റ്, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഒരു ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ പ്രൊസീജിയർ ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ബോറോയിങ്, ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, റിഡംഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ പ്രോബ്ലം വന്നാലും ഇതേ രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്താൽ മതി. അടുത്തത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. Then non-cash, non-operating item, depreciation, preliminary expenses, return of
ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, റിട്ടേൺ ഓഫ് ഗുഡ് വിൽ പേറ്റന്റ്, റിട്ടേൺ ഓഫ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഡിവിഡൻഡ് പെയ്ഡ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, റിട്ടേൺ ഓഫ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഈ ടോട്ടലിൽ നിന്നും എന്തൊക്കെ ലെസ് ചെയ്യണം? ഐറ്റം ടു ബി ഡിഡക്റ്റഡ്, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓർ ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, അതായത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഇൻഡിവിജ്വലി ഓർ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ് ഇൻഡിവിജ്വലി, ലെസ് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. അപ്പോൾ അതിൽ നിന്നും ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, അത് പ്ലസ് ഓർ മൈനസ്. ഇതിൽ വരുന്നത് പ്രോബ്ലംസ് വന്നാലും ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്.